PTA പ്രസിഡന്റ് രമേശൻ സാറും മറ്റെല്ലാ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മുടെ സ്കൂളിലെ ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ ഗണിതശാസ്ത്ര മേളയാണ്. അപ്പോൾ ഇതിന് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ സ്കൂളിലെ ആദരണീയനായ PTA പ്രസിഡന്റ് ശ്രീ രമേശൻ സാറിനെ എല്ലാവരുടെയും പേരിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തായിട്ട് സ്വാഗതം പറയേണ്ടത് നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളാണ്. സാറാണ് എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ സാറിനെയും ഏറെ ആദരപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബാക്കി എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും രക്ഷിതാക്കളെയും കുട്ടികളെയും ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിൻസിപ്പൽ അരുൺ സാർ, അതുപോലെ നമ്മുടെ HM ബിന്ദു ടീച്ചർ, പ്രവീൺ സാർ, മറ്റ് അധ്യാപകർ, ഇതിൻ്റെ കോർഡിനേറ്ററായിട്ടുള്ള പ്രമോദ് സാർ, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ സ്കൂളിലെ ശാസ്ത്ര സാമൂഹ്യ പ്രവൃത്തി പരിചയമേള ഇന്നിവിടെ ആരംഭിക്കുകയാണ്. തികച്ചും വളരെ വിജ്ഞാനപ്രദമായ രീതിയിൽ പഴയ കാലഘട്ടത്തിൽ നമ്മളുടെ വീടുകളിലും അതുപോലെ നമ്മുടെ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള പല വസ്തുക്കളും ഇന്നിവിടെ പ്രദർശനത്തിന് വിധേയമായിട്ടുണ്ട്. പലപ്പോഴും ഇപ്പോൾ ഇവിടെ തന്നെ അധ്യാപകർക്ക് പോലും പരിചിതമില്ലാത്ത പല കാര്യങ്ങളും ഇവിടെയുണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത പല ഉപകരണങ്ങളും ഇവിടെയുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ പഴയ കാലത്തുണ്ടായിരുന്ന പല വസ്തുക്കളെക്കുറിച്ചും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള അതിൻ്റെ ചിത്രം കാണിച്ച് അതല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് നമുക്കിന്നുള്ളത്. ഉദാഹരണമായിട്ട് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ അരകല്ല്, അതുപോലെ ഉരല്, മറ്റ് ആട്ടുകല്ല്, ഇതൊക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. കാരണം ശാസ്ത്രത്തിൻ്റെ പുരോഗതി നമ്മളെ അത്രയും തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശാസ്ത്രത്തിൻ്റെ പുരോഗതി വളരെ വലുതാണ്. മനുഷ്യൻ്റെ മാറ്റത്തിന്, ഭൗതികമായും അവൻ്റെ മറ്റ് സാമൂഹികമായ മാറ്റത്തിന് ശാസ്ത്രം വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത് സത്യമാണ്. അതിനനുസരിച്ചുള്ള പുരോഗതി, മനുഷ്യൻ്റെ ഇന്നുള്ള പുരോഗതി ഈ ശാസ്ത്രത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് അതിൽ ഏറ്റവും മാറ്റം നമ്മുടെ ഈ സമൂഹത്തിൽ സാമൂഹികമായി മനുഷ്യന് ഏറ്റവും മാറ്റമുണ്ടാക്കിയെന്ന് വൈദ്യുതിയുടെ കണ്ടുപിടുത്തം. ആ വൈദ്യുതി കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് വൈദ്യുതി ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏതൊരു വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങളും അവരുടേതായിട്ടുള്ള ചില നിഗമനങ്ങളും ഒക്കെ ഉണ്ട്. അത് പരീക്ഷിച്ച് തെളിയിക്കുന്നതാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അത് സത്യമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് സത്യമാണ്. അപ്പോൾ അതുപോലെ ഉള്ള പ്രവർത്തനങ്ങൾ കൊച്ചുകുട്ടികൾക്ക് ഇവിടെ തുടക്കം കുറിച്ച് കഴിയുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ജിജ്ഞാസ അത് നമുക്ക് വളരെയധികം അവരിൽ നിന്ന് സന്നിവേശിപ്പിച്ച് നമുക്കത് മാറ്റത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും അത് സമൂഹത്തിന് ഗുണകരമാകുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാമല്ലോ, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ നമ്മൾ ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കമായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പട്ടിണിയുടെ ഒരു രീതിയിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരുന്നു. ആ സാഹചര്യത്തിലാണ് അന്ന് ജനസംഖ്യ 46 കോടിയും ഒക്കെ ആയിരുന്നെങ്കിലും അന്ന് ഭക്ഷ്യോൽപാദനം 5 ലക്ഷം ടൺ കോടിയിലേക്കാണ് വരുന്നത്. പക്ഷെ അത് നമുക്ക് തികയാതെ വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അമേരിക്കയുമായിട്ട് കരാറുണ്ടാക്കിക്കൊണ്ട് ഗോതമ്പ് ഇറക്കുമതി ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ആ സമയത്താണ് നമ്മുടെ നാട്ടുകാരനായ, നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത കുട്ടനാട്ടുകാരനായ ഡോക്ടർ സ്വാമിനാഥൻ എന്ന് പറയുന്ന കൃഷിശാസ്ത്രജ്ഞൻ എങ്ങനെ നമ്മുടെ ഈ പട്ടിണി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വളരെയധികം ഗവേഷണം നടത്തി പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോതമ്പും അതുപോലെ നെൽവിത്തുകളും പരിശോധിച്ച് പഠിച്ച് അത്യുൽപാദന ശേഷിയുള്ള ഈ ഗോതമ്പ് വിത്തുകളും നെല്ല് വെച്ചുകൊണ്ട് നമ്മുടെ ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിച്ച് അത് വളരെ ഇതാണ്. ലോകത്തിന് തന്നെ ഒരു ഹരിത വിപ്ലവം ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ ഈ സ്കൂളിൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ പഠിച്ച് ഉന്നതങ്ങളിലെത്തി ലോകത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഈ അടുത്ത ദിവസം അദ്ദേഹത്തിൻ്റെ ചരമദിനം നമ്മൾ ആചരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ ഇതുപോലുള്ള രംഗത്തേക്ക് വന്നുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിന് അധ്യാപകരുടെയും മറ്റ് വീട്ടുകാരുടെയൊക്കെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ തീർച്ചയായും നല്ല നിലയിൽ ലോകം അറിയപ്പെടുന്ന ശാസ്ത്രകാരന്മാരും അതുപോലെ മറ്റ് സാമൂഹിക പ്രവർത്തകരും ഒക്കെ ആയിട്ട് മാറും എന്നുള്ള സംശയമില്ല. ഞാൻ കൂടുതൽ കാര്യങ്ങളായിട്ട് നീട്ടുന്നില്ല. ഈ പ്രവൃത്തി പരിചയമേളയും അതുപോലെ ശാസ്ത്ര മേളയും സംഘടിപ്പിച്ചിട്ടുള്ള ഇതിൻ്റെ അധ്യാപകർ അതുപോലെ ഇവിടുത്തെ സ്കൂൾ അധികൃതർ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ മേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിച്ചതിൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. PTA പ്രസിഡന്റ് ശ്രീ രമേശൻ അവർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ,
ഇവിടെ നിങ്ങളുടെ ഈ വർഷത്തെ സ്കൂൾ ശാസ്ത്ര അതുപോലെ തന്നെ സാങ്കേതികമായും പ്രവൃത്തി മേളയാണ്, നമുക്ക് ഗണിത പ്രവൃത്തി മേളയാണ് ഇന്നിപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ PTA പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ക്ലാസ് റൂമിൻ്റെ 4 മതിലുകൾക്കപ്പുറമായി ഇത്തരം പ്രവൃത്തികൾ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലോകത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും, കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ഇടയിൽ തന്നെ ഒളിഞ്ഞു നിൽക്കുന്ന എയിൻസ്റ്റനെയും ന്യൂട്ടനെയും എല്ലാം നിങ്ങൾക്ക് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്ന ഒരു വേദിയാണ്. അതുപോലെ തന്നെ ചരിത്രത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ നമ്മളിവിടെ എക്സിബിഷന് വേണ്ടി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ മൺമറഞ്ഞു പോയ പോലെയാണ് തോന്നുന്നത്. പക്ഷെ അതിലൂടെയൊക്കെ തിരിച്ച് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് നൈസർഗികമായിട്ടുള്ള പണ്ട് കാലത്തെ ഇൻഡസ് വാലി സിവിലൈസേഷൻ പോലുള്ള സിവിലൈസേഷനുകൾ ആ സമയത്തൊക്കെ ജീവിച്ചിരുന്ന മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകളും എല്ലാം നമുക്ക് നല്ല രീതിയിൽ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കാൻ തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി മേളയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ഇതിൻ്റെ കോർഡിനേറ്റർ ആയ പ്രമോദ് സാറിനും അതുപോലെ എല്ലാ അധ്യാപകർക്കും ഈ ഒരു അവസരത്തിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇത് നല്ലൊരു ശാസ്ത്രമേളയായിട്ട് മാറട്ടെ എന്ന് പ്രശംസിക്കുന്നു. മാറടാ. ഈ ഗ്രഹങ്ങൾ കറങ്ങി സൂര്യൻ്റെ ഈ ഭാഗത്തേക്ക് ആകുമ്പോഴാണ് അവിടെ സൂര്യപ്രകാശം വരുന്നത്. അല്ലാത്ത സ്ഥലത്ത് രാത്രി സ്റ്റേറ്റും ക്യാപിറ്റലിൻ്റെ വയർ രണ്ടും കറക്റ്റായിട്ട് കുത്തും. ഇവിടെ ലൈറ്റ് കിട്ടും. തെറ്റായിട്ട് കുത്തുവാണെങ്കിൽ കത്തില്ല. ദൂരം കുത്തിക്കഴിഞ്ഞാൽ കത്തി. തെറ്റായിട്ട് കുത്തിക്കഴിഞ്ഞാൽ കത്തില്ല. തെറ്റായിട്ട് കുത്തുവാണെങ്കിൽ കത്തില്ല. നമ്മുടെ സ്കൂളിൻ്റെ മിനിയേച്ചർ മോഡൽ സ്റ്റാഫ് റൂം ഓഫീസൊക്കെ ഉള്ളത് സ്റ്റേജ് സ്മാർട്ട് ഫോൺ ഉള്ളത് ഹയർ സെക്കൻഡറി പാലിയോളിത്തിക് ഏജ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം. ഇതിൽ പറയുന്നത് പണ്ട് കാലത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെയാണ്. അവർ ചെയ്ത കാര്യങ്ങൾ, അവർ കണ്ടുപിടിച്ചത് എന്തൊക്കെയാണെന്നൊക്കെ ഇതിനകത്ത് പറയുന്നത്. സ്റ്റോൺ, കല്ലുകൊണ്ടുള്ള പ്രതിമകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരുണ്ടാക്കിയിരുന്നു. പാത്രങ്ങൾ മരത്തോട് കൊണ്ടൊക്കെ ഉണ്ടാക്കി. ഒരു ഓർണമെൻറ്റ്സ് ധരിച്ചിരുന്നത് ആനക്കൊമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ്. കല്ല്, മൃഗങ്ങളുടെ തോല്, ഇതൊക്കെ കൊണ്ടാണ് ഓർണമെൻറ്റ്സ് ഉണ്ടാക്കി ഇട്ടിരുന്നത്.
പഴയകാല കോയിൻസ് ആണ്. 1916 ബാലരാമ തമ്പുരാൻ തിരുവനന്തപുരം രാജാവായിരുന്നപ്പോൾ അപ്പ നിർമ്മിച്ച കോയിനാണ്. അന്ന് ഇതിനൊക്കെ വലിയ വാല്യൂ ഉണ്ട്. 6 രൂപ. ഇത് നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ജവഹർലാൽ നെഹ്റു ജനിച്ചിട്ട് 100 വർഷമായപ്പോൾ നിർമ്മിച്ച കോയിനാണ്. അതുകൊണ്ട് ഇതിന് വലിയ വാല്യൂ ഉണ്ട്. കാരണം ഇത് അന്നത്തെ ആദ്യത്തെ 5 രൂപയായിരുന്നു. പിന്നെ ഇത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഫസ്റ്റ് കോയിനേജ് പ്രസൻറ്റ് ചെയ്ത കോയിനാണ്. ഇത് വിദേശത്തിലുള്ള പഴയ കോയിനാണ്. ഇത് യൂറോ സെൻറ്റ്, പണ്ടത്തെ യൂറോ യൂണിയനിൽ ഉണ്ടായിരുന്ന കോയിനാണിത്. ഇത് റോഡ് ഐലൻഡ് US യൂണിയനിൽ ചേർത്തപ്പോൾ ഉണ്ടാക്കിയ കോയിനാണ്. അന്നേരത്തേക്ക് ഇത് ഇത് നമ്മുടെ US പ്രസിഡൻ്റ് ആയിരുന്ന ജോർജ് വാഷിങ്ടണിൻ്റെ സ്റ്റാച്യുവിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഇത് സിംഗപ്പൂരിലെ പണ്ടത്തെ ഒരു ഡോളറാണ്. ഇത് സാധാരണ കാണപ്പെടുന്നവരെ 10 പൈസയും 20 പൈസയും. കൺട്രീസ് ആൻഡ് ക്യാപിറ്റൽസ്. ഇപ്പം ബംഗ്ലാദേശിൻ്റെ ഢാക്ക, ടോക്കിയോ ജപ്പാൻ, ഭൂട്ടാൻ തിമ്പു, കാനഡ, ഒറ്റാവ. ഇന്ത്യയുടെ ന്യൂഡൽഹി, അതുപോലെ തന്നെ ഗ്രീസിൻ്റെ ഏതൻസ്, ഇറ്റലി റോം, ജർമ്മനി ബെർലിൻ, ഈജിപ്റ്റ് കൈറോ, ചൈന ബീജിംഗ്, പാകിസ്ഥാൻ ഇസ്ലാമാബാദ്.